ഇന്ന് നവംബർ മാസം 21-ാം തീയതി. 4 ദിവസം കൂടിയും കഴിഞ്ഞാൽ നമ്മുടെ 5ാം സെമസ്റ്റർ പരീക്ഷകളുടെ സെക്കൻഡ് സെറ്റ് ഓഫ് എക്സാമിനേഷൻ ആരംഭിക്കാൻ പോകുന്നു. ഈ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റ് എങ്ങനെയാണ്, ഞങ്ങൾക്ക് 6 പരീക്ഷയുണ്ട്, 5 പരീക്ഷയുണ്ട്, അടുപ്പിച്ചിട്ടാണ് എക്സാം വരുന്നത്, പഠിച്ചു കഴിഞ്ഞിട്ടില്ല, പല കാര്യങ്ങളും പെൻഡിങ് ആണ്, ഞാൻ തോൽക്കുമേ ഉള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല, അങ്ങനെ പല തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ്. നെഗറ്റിവിറ്റി നമുക്ക് എത്ര പെട്ടെന്നൊന്നും മാറ്റാൻ സാധിക്കില്ല. 4 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ സെമസ്റ്റർ എക്സാം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ നെഗറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ, നെഗറ്റിവിറ്റിയോടുകൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ തോൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ആദ്യം വേണ്ടത് വിജയിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസും പോസിറ്റിവിറ്റിയാണ്. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. നമ്മൾ എത്ര പഠിച്ചാലും കോൺഫിഡൻസ് ഇല്ല, മറന്നു പോകുമെന്ന പേടിയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തോൽക്കും. ആയതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ബിൽഡ് യുവർ കോൺഫിഡൻസ് ആൻഡ് പോസിറ്റിവിറ്റി. രണ്ടാമതായി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇനിയുള്ള സമയം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന കാര്യം തന്നെയാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ തോൽക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ തോറ്റുപോകും. നമ്മളെ വിജയിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. കോപ്പിടിച്ച് ചെയ്യാനുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മൾ 1-2 വീഡിയോസ് ചെയ്തതും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും പഠിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ പഠിച്ചാൽ നിങ്ങൾ ജയിക്കും. അല്ലാതെ എൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല, വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ വിചാരിച്ചിരിക്കാതെ ഇനിയുള്ള സമയം കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക. അതെങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക, പറ്റുമെങ്കിൽ അത് ഫോളോ ചെയ്യാനും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പിന് വേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.